വീണ വിജയനെ വീണ്ടും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. 29-ാം തീയതിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. വീണ്ടും ആ കറുത്ത ദുരൂഹമായ കാറിൽ തന്നെ വരുമോ എന്നുള്ളതാണ്. ആരുടെയൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോഴും നമുക്ക് ഒന്നും വന്നില്ല. നോ ഡാറ്റ ഫൗണ്ട് ആയിരുന്നു. നോ ഡാറ്റ ഫൗണ്ട് ആയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ 1 മാസമേ ആയിട്ടുള്ള കാറ് മേടിച്ചിട്ട് എന്താണ് പേര് ജെ എന്ന് വെച്ച് തുടങ്ങുന്നു. 5 ചന്ദ്ര ഇത് എന്താണ് സ്റ്റാർസ് കഴിഞ്ഞിട്ട് ഒരു എച്ച്, പിന്നെ ഇനീഷ്യലായിരിക്കും സി എന്നും പറഞ്ഞ് നമുക്ക് കാണുന്നുണ്ട്. ഫുൾ പേര് നമുക്ക് വരില്ലല്ലോ. അപ്പോൾ 1 മാസം പ്രായമായ കാറിലാണ് ഇവർ വന്നിരിക്കുന്നത്. വളരെ ഫാൻസി നമ്പറൊക്കെയാണ് കേട്ടോ, 0234. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. DK എന്നുള്ള 01 DK എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഫാൻസി നമ്പറാണ്. ഹൈബ്രിഡ് ആകുമ്പോൾ നല്ല വിലയുണ്ടാവും. എന്തായാലും ഹൈക്രോസ് 30 ലക്ഷത്തിന് മേലെ എന്തായാലും വിലയുണ്ടാവും. ഓണർ ആരാണെന്ന് നമുക്കറിയില്ല. അന്ന് നമ്മൾ നോക്കുന്നത് ഈ ചാനലിൽ തന്നെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഓണറുടെ പേരില്ല, ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കണ്ടു, 1 മാസം പ്രായമായ കാറാണെന്നും കണ്ടു. പ്രിയൻ, ഒരു തമാശയുണ്ട് കേട്ടോ. പനമ്പള്ളി നഗറിൽ ഇപ്പോൾ ലാൻഡിനല്ല ബിൽഡിങ്ങുകൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. വീണ ഇങ്ങോട്ടേക്കും കാര്യം താമസം മാറ്റിയാൽ അവിടെ കൊടുക്കുന്ന പോലെ 2 ലക്ഷത്തിൻ്റെ വീടൊക്കെ ഇവിടെ എടുക്കണമല്ലോ. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എടുക്കണമല്ലോ. ഇനിയിപ്പോൾ അച്ഛനും വരേണ്ടി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എറണാകുളത്ത് ഈ കടവന്ത്ര EDയുടെ ഓഫീസിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ ലാൻഡ് ഓണേഴ്സ് കുറച്ച് സന്തോഷത്തിലാണ്. കുറച്ച് പേർക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ഇനി അതിൻ്റെ മുമ്പിൽ വെച്ചല്ല എന്താണ് ഒട്ടയേറും എന്താണ് കല്ലേറും ഒക്കെ ഉണ്ടായ ബിൽഡിങ്ങിന് പ്രശ്നം വരില്ലേ. തമാശയല്ല, കാര്യം സീരിയസ് ആണ്, വളരെ സീരിയസ് ആണ്. പ്രിയൻ, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തിരി സങ്കടം ഉണ്ടെന്ന്. ആ കുട്ടി വന്നിറങ്ങിയപ്പോഴേ ആ ഒരു ചബ്ബിനെസ്സൊക്കെ പോയി, ഒന്ന് ഒതുങ്ങി ഒരു മെലിഞ്ഞ പോലെ. മാനസികമായിട്ട് എന്തായാലും ആ കുട്ടിക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും. ആ കുട്ടി ഒരു രാഷ്ട്രീയക്കാരിയല്ല, ഇങ്ങനെയൊന്നും എന്താണ് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ അടിയൊന്നും മേടിച്ച ആളല്ല. പോലീസിനെതിരെ ഒരു അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയണ്ടോ. കോടികളില്ലേ, പിന്നെ എന്താ അറസ്റ്റ് ചെയ്താൽ എന്ത് കുഴപ്പം? കോടി ഉണ്ടെങ്കിൽ എന്താ കാര്യം? ജയിലിൽ പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ജയിലിൻ്റെ അവസ്ഥ പ്രിയൻ? ഞാൻ പോയിട്ടുണ്ട്, ജേർണലിസ്റ്റ് എന്ന നിലയിൽ പോയിട്ടുണ്ട്, എൻ്റെ സഹപ്രവർത്തകരെ കാണാനായിട്ട് പോയിട്ടുണ്ട്. ദൈവം സഹായിച്ച് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ പ്രശ്നമില്ല, ഇപ്പോഴത്തെ ജയിലിലൊക്കെ നല്ല ആഹാരവും നല്ല ആഹാരം മാത്രം മതിയോ കിടക്കാനുള്ള അവസ്ഥ? മീന്, മുട്ട, കമോൺ പ്രിയൻ, നിലത്ത് കിടക്കണോ? എത്ര മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും നിലത്ത് തന്നെ കിടക്കേണ്ടി വന്നേനെ. ഇപ്പൊരിക്കലും പറ്റില്ല. ആഭ്യന്തരമന്ത്രി RC ആണ്, രമേശ് ചെന്നിത്തലയാണ്. ഭരിക്കുന്നത് ശ്രീ VD സതീശനാണ്, കോൺഗ്രസ്സുകാരാണ്. ഇവർ തമ്മിൽ എന്തൊക്കെ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കേരളത്തിന് പുറത്തൊരു ബാന്ധവമുണ്ടെങ്കിലും കേരളത്തിനുള്ളിൽ ഇവർക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ ജയിലിൽ പോയാലും പിണറായി ജയിലിൽ പോയാലും പുറത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ഘോരം DYFIക്കാർക്ക് SFIക്കാർക്കൊക്കെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഇൻകുലാബിൻ്റെ അർത്ഥം എന്താണ്? ഇൻകുലാബ് സിന്ദാബാദ്, ലാൽ സലാം എന്നൊക്കെ പറഞ്ഞ ആ മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട അവസ്ഥയിലാണോ ഈ വീണയുടെ കേസ് കിടക്കുന്നത്? അല്ലേ? ആ ഇൻകുലാബ് വിളിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ധീര സഖാക്കളാണ് ഇൻകുലാബ് എന്ന് ചുറ്റി വിളിക്കുന്നത്. ആ ഒരു അവസ്ഥയിലല്ല വീണയുടെ കേസ് കിടക്കുന്നത്. വീണയുടെ കേസിൽ ഇപ്പോൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, വീണ പറയുന്ന ഒരു കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻസുമായിട്ട് ചേർന്ന് പോകുന്നില്ല. പ്രിയൻ അറിഞ്ഞോ, വെള്ളിയാഴ്ചയല്ലേ അവർ ലോക്കർ തുറന്നു വെച്ച്? അതൊക്കെ എന്ത് ഫാസാണ്. ഏതെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ ലോക്കറിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുമോ? ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ED ആണെങ്കിൽ പോലും. നമ്മൾ 2 പേര് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ലോക്കറിൽ ആദ്യം അവിടെ നിന്നല്ലേ മാറ്റുക. പ്രിയ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നു? യു ആർ എ ജേർണലിസ്റ്റ്. എത്ര കൊല്ലമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് ഇത് 3-4 കൊല്ലം കഴിഞ്ഞ കാര്യത്തിൽ ആ ലോക്കറിൽ പൂച്ച പെറ്റ് കിടക്കാന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാം അപ്പം മാറ്റില്ലേ? ഒന്നുമില്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അത്രയും വിശ്വസ്തരായ ആരുടെയെങ്കിലും വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുണ്ടാവും, എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ആരാ? ഇരട്ട ചങ്കനാണ്, സിംഗിൾ ചങ്കനല്ല. സ്വന്തം അച്ഛനും പിന്നെ ഭർത്താവാണെങ്കിലും ഡിഫീഡ് അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളല്ലേ. അപ്പോൾ അവർ തമ്മിൽ ഉപദേശിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴേ മൺമറഞ്ഞു പോയി. പിന്നെ അവർക്ക് നടത്താണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ന് ഇവിടെ ED ക്വസ്റ്റ്യനിങ് എന്ന് വന്ന പോലത്തെ വീണയല്ല കണ്ടത്. നല്ല സന്തോഷത്തോടെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല സാറേ പറ്റിച്ചേ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് വീണ നിന്നിരുന്നത്. എന്നാലും ED അവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ കയ്യിൽ തക്കതായ എവിഡൻസുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരിമണൽ കർത്തയുടെ കുടുംബത്തിനെ മുഴുവൻ, മകള്, മകൻ, ഭാര്യ എല്ലാവരെയും വിളിപ്പിച്ചു കഴിഞ്ഞു. ആകെ ടെൻഷൻ തന്നെയാണ്. ഈ നേരത്തെ പ്രിയൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അത് ജയിലിൽ കാണാത്തത് കൊണ്ടാണ്. നമ്മൾ സിനിമയിൽ ജയിൽ കണ്ടിട്ടുള്ളൂ,
അല്ലേ? ഉം. പക്ഷേ ശരിക്കുമുള്ള ജീവിതത്തിൽ വൃത്തിയില്ലാത്തൊരു സ്ഥലം, ഇതുപോലെ 2 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന കെട്ടിടത്തിൻ്റെ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടാവും? സ്വർണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ബാത്ത് ടബ് ഉണ്ടാവും, എന്താണ് മിക്സേഴ്സ് ഉണ്ടാവും, അങ്ങനത്തെ നല്ല ടോയ്ലറ്റൊക്കെ. ഈവൻ ടവൽസ് എന്തായിരിക്കും അവിടെ? നമ്മളിപ്പോൾ വിചാരണ തടവുകാരായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് ജസ്റ്റ് 2 ദിവസത്തേക്ക് കിടക്കുന്നതാണെങ്കിലും കിടക്കണോ? അല്ലേ? അവിടുത്തെ ഈ പ്ലേറ്റ്സ് എങ്ങനെയാ? വീണയ്ക്ക് മാത്രമായിട്ട് നല്ല ക്രോക്കറി കട്ട്ലറിയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ക്യൂവിൽ നിന്ന് തന്നെ മേടിക്കണ്ടേ? നമ്മൾ സിനിമയിൽ കാണും അവർ വീട്ടിൽ റൂമിൽ കൊണ്ട് കൊടുക്കും അങ്ങനെയെന്നൊക്കെ. പക്ഷേ ഈ സാഹചര്യത്തിൽ വാച്ച്ഫുൾ ഐസ് ചുറ്റുമുള്ളത് കൊണ്ട് സാധാരണ ഒരു തടവുകാരൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ വീണയ്ക്ക് കിട്ടുള്ളൂ. ഇനി പിണറായി സഖാവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും, ഒരു ദിവസമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു പരിസ്ഥിതി തന്നെ താമസിക്കേണ്ടി വരും. ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിൽ, ഞാൻ പറയാം, ഗോവിന്ദൻ മാസ്റ്ററിനെതിരെ യാതൊരു കേസും ഇല്ല, പക്ഷെ അദ്ദേഹത്തിനാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ താമസിക്കേണ്ടി. ആ കുട്ടി ഭയങ്കര ടെൻഷനില്ല കേട്ടോ. ഒരു അമ്മ എന്നുള്ള നില എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട്, അവരൊക്കെ പരിചയമില്ല, അല്ലേ? പൈസ വാങ്ങിക്കുമ്പോൾ പരിചയം ഉണ്ടായിരുന്നു. അല്ല, പൈസ ഇപ്പോൾ ബാങ്കിലല്ലേ വന്ന്, മേടിച്ചില്ലല്ലോ. മേടിച്ച് കയ്യിൽ വെറുതെ മേടിച്ചിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കയ്യിൽ മേടിക്കാതെ ബാങ്ക് വഴി വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഷീ ഈസ് സോ ഇന്നസെൻ്റ് എന്ന് തോന്നുന്നു. അവർക്ക് ആരോ കൊടുത്ത ഉപദേശപ്രകാരം അതുമായിട്ട് മുന്നോട്ട് പോയി, അങ്ങനെ നമുക്ക് വിചാരിക്കാമല്ലേ? അപ്പോൾ അച്ഛന് വേണ്ടി തന്നെയാണെങ്കിലും അച്ഛൻ വിചാരിച്ചു അജീവനാന്തരം മുഖ്യമന്ത്രിയായിരിക്കും, തൻ്റെ കാലം കഴിയുവോളം ഒന്നും പുറത്തു വരില്ല, താൻ നിയമത്തിൻ്റെ പരിരക്ഷ തനിക്കുണ്ടാകും, MLA മന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് സ്പീക്കറുടെ അനുവാദം, ഗവർണറുടെ അനുവാദമൊക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലത്തെ ഒരു പരിരക്ഷ, പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ആ പ്രൊട്ടക്ഷൻ മകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൽ ദുരൂഹമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, മൂത്ത മകൻ, വീണയുടെ ഏക സഹോദരൻ, അദ്ദേഹം ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ട് പോലും ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അമ്മായച്ചനാണ് AI ക്യാമറയുടെ ഡീലൊന്ന് കൊടുക്കാൻ നോക്കി, അമ്പേ ചീറ്റിപ്പോയി. ഓർക്കുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് കരുതാൻ പറ്റില്ല. അയാൾക്കാണ് ദുബായിൽ ബാങ്ക് ഉള്ളത്, ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടുന്ന് കിട്ടിയ പൈസ അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടായിരിക്കുക. ഹെമാ വൈലേഷൻ ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കും. കമോൺ, അദ്ദേഹം പഠിച്ചിരിക്കുന്ന എന്താണ്? ദുബായിലെ ബാങ്കിൽ ജോലി ചെയ്യാൻ മാത്രം. ഇവിടെ SCMSന്ന് നമ്മളന്ന് വായിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA എന്ന് പറയുന്നു, MSW എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ദുബായിൽ വെൽ സെറ്റിൽഡാണ്. അതിനിടയിൽ കൂടെ ഒന്ന് ഓടി നല്ല കസവും മുണ്ടൊക്കെ എടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭഗവാനെ രക്ഷിക്കണേന്ന് കൈകൂട്ടി പ്രാർത്ഥിക്കാൻ പോലും മീഡിയ സമ്മതിച്ചില്ല, അല്ലേ? അപ്പോഴേക്കും പിടികൂടി അത് ന്യൂസ് ചാനലിലൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബത്തിന് ഒന്നിനെക്കുറിച്ചും, കുട്ടികൾക്ക് ഒന്നിനെക്കുറിച്ചും പരിചയമില്ല. പിണറായി സ്വന്തം മക്കളെ വളർത്തിയിരിക്കുന്നത്, സാധാരണക്കാരായ അച്ഛനമ്മമാർ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഉയർന്ന നിലയിൽ അവരെ പ്ലേസ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും നല്ല അതിനുള്ള ബുദ്ധി അവർക്കില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ, എവിടെയെങ്കിലും പിടിപാടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ മകനെ കയറ്റി വിടണേ, എൻ്റെ മകളെ കയറ്റി വിടണേ എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടുമല്ലോ. അതുപോലെ അവരെ വെൽ പ്ലേസ്ഡ് ആക്കി. ഇപ്പോഴാണ് ജീവിതത്തിൻ്റെ ദുരന്ത യഥാർത്ഥങ്ങൾക്ക് മുന്നിൽ ഈ കുട്ടി പകച്ചു നിൽക്കുകയാണ്. എന്താണ് റിയാസ് ചെയ്തത്? ഭർത്താവല്ലേ, എന്താണ് അദ്ദേഹം ചെയ്തത്? ഇറക്കി വിട്ടു മീഡിയയുടെ മുമ്പിലേക്ക്. ഇനി 29-ാം തീയതി വരുമ്പോൾ ഇതിനേക്കാട്ടിലും കൂടുതൽ പൊതുജനങ്ങളുണ്ടാവും. അന്ന് ഞാൻ അതിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ തന്നെ കണ്ടതാണ്, പൊതുജനങ്ങളൊക്കെ നിൽക്കുക ക്യാമറയായിട്ട്. എവ്രിബഡി ഹാസ് ബിക്കം എന്താ പറഞ്ഞ വീഡിയോഗ്രാഫർ, ഒരു റിപ്പോർട്ടർ, ഒരു ജേർണലിസ്റ്റ്. ഇത് കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എറണാകുളത്തിന് ഇപ്പോൾ വലിയ പ്രശസ്തി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ കണ്ണുകൾ മുഴുവനും എറണാകുളം ED ഓഫീസിലേക്ക് മുമ്പിലാണ്. വീണ 29-ാം തീയതി വരുമ്പോൾ വീണ വളരെ ടെൻസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അന്ന് അറസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഡോക്യുമെൻറ്റ്സ് EDയുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. പലരും കുടുങ്ങും, പല നേതാക്കന്മാരും കുടുങ്ങും. ആ ബുക്കിൽ നമ്മുടെ ഷോൺ ജോർജ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വിവരാവകാശം വച്ചിട്ടുണ്ട്. എനി ടൈം ഹീ വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പല നേതാക്കന്മാരും കുടുങ്ങും. അപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണയും പിണറായും ഒരു തുടക്കം മാത്രമാണ്. അതായത് PV എന്ന് പറയുന്ന പിണറായി വിജയൻ, ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇനി ആ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന 200ഓളം കോടി രൂപയുടെ നമ്മളുടെ കരിമണൽ, നമ്മളുടെ ധാതുക്കൾ, നമ്മളുടെ തീരദേശത്തെ ചുരണ്ടിക്കൊണ്ടുപോയിട്ട് ഈവൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള അമൂല്യമായ ധാതുക്കൾ വരെ കയറ്റി അയക്കുവാനായിട്ടാണ് പിണറായി വിജയൻ്റെയും ബാക്കി
ഉള്ള നേതാക്കന്മാരുടെയും സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ രൂപ കൈപ്പടി എന്താ പറയുക മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പ്രിയൻ, ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയിട്ടേ ഉള്ളൂ, 22-ാം തീയതി. 29-ാം തീയതി നമ്മുടെ വീണക്കുഞ്ഞ് ഏത് പുതിയ കാറിലാണ് അതും നമ്മൾ നോക്കണം. വന്നത് ഒരു സ്റ്റൈലിലാണ് വന്നത്. വേഷം സിമ്പിളായിരുന്നു, നല്ല വലിയ കറുത്ത മാസ്ക്. അച്ഛനത് കണ്ടിരുന്നെങ്കിൽ എത്ര പേര് കടി കിട്ടിയേനെ അല്ലേ ഒക്കെ വെച്ച് വന്നെങ്കിലും അവർ വന്നിറങ്ങിയത് ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലുള്ള ബ്രാൻഡ് ന്യൂ, ഇന്നിപ്പോൾ നമുക്ക് പരിവഹൻ സൈറ്റിൽ നിന്ന് അത് കിട്ടി, 1 മാസം പ്രായമായ ഒരു കാറിലാണ് വന്നിറങ്ങിയത്. അത് ആരുടെ കാറാണെന്നും കൂടെ നമ്മുടെ പോലീസ് ED അന്വേഷിക്കണം. എന്തായിരുന്നു തുടങ്ങുന്നത്? ജെയും അവസാനിക്കുന്നത് എച്ചും, അത് കഴിഞ്ഞ് ഇനീഷ്യലായിട്ട് സിയും എന്നാണ് വരുന്നത്. നമ്മൾ കുറേ പേരുകളൊക്കെ ആലോചിച്ച് നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്തായെങ്കിൽ പോലും അതും കൂടെ ആരുടെ കാര്യമാണ്, അവർക്ക് ആരിൽ നിന്നൊക്കെയാണ് സംരക്ഷണം കിട്ടുന്നത്, സൗകര്യങ്ങൾ കിട്ടുന്നത്, ഏതൊക്കെ ഹോട്ടലിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് റിയാസ് പോയത്, ലെനിൻ സെൻറ്റർ നമ്മളുടെ കലൂരുള്ള ലെനിൻ സെൻറ്ററിലാണോ വീണ ഇവിടെ വിട്ടിട്ട് പോയത്, അതോ വേറെ ഏതെങ്കിലും ഹോട്ടലിലാണോ താമസിച്ചത്, ഇതൊക്കെ അറിയാനായിട്ട് സാക്ഷര കേരളത്തിന് അരിയാഹാരം കഴിക്കുന്ന നമുക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സോ കട്ട വെയിറ്റിംഗ് 29-ാം തീയതിക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.